നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏകാദശിയോടനുബന്ധിച്ചുള്ള വാദ്യോപാസനയ്ക്ക് തുടക്കമായി. മലയാളികളുടെ അഭിമാനമായ പത്മശ്രീ ഡോക്ടർ എം.എ. യൂസഫ് അലിയുടെ 70ാം പിറന്നാൾ ആഘോഷിച്ചു. തളിക്കുളം പാടാനപ്പള്ളി പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പിലേക്കുള്ള NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. തൃപ്രയാർ ക്ഷേത്ര വാദ്യകല ആസ്വാദക സമിതിയുടെ നേതൃത്വത്തിൽ ഏകാദശിയോടനുബന്ധിച്ച് നടത്തിവരാറുള്ള വാദ്യ ഉപാസനയ്ക്ക് തുടക്കമായി. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം മാനേജർ മനോജ് കെ നായർ, ചെയർമാൻ മോഹൻ മാരാർ, ജനറൽ കൺവീനർ വിനോദ് നടുവത്തേരി, ട്രഷറർ സി പ്രേംകുമാർ, സി കൃഷ്ണനുണ്ണി, മാധവ് മേനോൻ, UP കൃഷ്ണനുണ്ണി, P ബാലചന്ദ്രൻ, ചിദംബരം, സജൻ മേനോൻ, മുരളീധരൻ കല്ലാറ്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പല്ലശന ശ്രീരാജ് മാരാർ തായമ്പക അവതരിപ്പിച്ചു. 30 ദിവസം നീണ്ടു നിൽക്കുന്ന വാദ്യോപാസനയാണ് ഏകാദശിയോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുക. ലോകരാജ്യങ്ങളിൽ വ്യാപാര രംഗത്തും സാമൂഹിക ജീവകാരുണ്യ രംഗത്തും തൻ്റേതായ കയ്യൊപ്പ് ചാർത്തിയ ലോക മലയാളികളുടെ അഭിമാനം ലുലു ഗ്രൂപ്പ് ചെയർമാൻ പത്മശ്രീ ഡോക്ടർ എം.എ. യൂസഫ് അലിയുടെ 70ാം പിറന്നാൾ അന്തിക്കാട് സ്വാന്തന സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുമൊത്തും രക്ഷിതാക്കളുമായും കേക്ക് മുറിച്ചും മധുരം വിളമ്പിയും പിറന്നാൾ സദ്യയും നൽകി ആഘോഷിച്ചു. തൻ്റെ മാതാപിതാക്കളുടെ ജീവിതപാത പിന്തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സ്നേഹത്തിൻ്റെയും കരുണയുടെയും കാരുണ്യത്തിൻ്റെയും ഒപ്പം കരുതലിൻ്റെയും കയ്യൊപ്പ് ചാർത്തിയ എം.എ. യൂസഫ് അലി തൻ്റെ വരുമാനത്തിൽ നിന്ന് സഹജീവികളെ സഹായിക്കാൻ കാണിക്കുന്ന നല്ല മനസ്സിന് ഉടമയും മനുഷ്യ സ്നേഹിയുമാണ് എം.എ. യൂസഫ് അലി എന്ന് മുൻ MP TN പ്രതാപൻ പറഞ്ഞു. മുൻ MP TN പ്രതാപൻ കേക്ക് മുറിച്ച് കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു. യൂസഫ് അലിയുടെ പിറന്നാൾ സമ്മാനമായി സ്വാന്തന സ്പെഷ്യൽ സ്കൂളിന് 100 കസേരകളും LED TVയും ഫിസിയോതെറാപ്പിക്ക് കുട്ടികൾക്ക് ആവശ്യമായ ഉപകരണങ്ങളും നൽകി. PM സിദ്ദിഖ്, അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്, BR വിജയൻ, CM നൌഷാദ്, മധു അന്തിക്കാട്ട്, AN സിദ്ധപ്രസാദ്, സ്വാന്തന സ്പെഷ്യൽ സ്കൂൾ ട്രസ്റ്റ് മാനേജർ MP ഷാജി, ട്രഷറർ സുധാകരൻ EG, പ്രധാന അധ്യാപിക റിജി മാസ്റ്റർ, ടീച്ചർ സുബി പ്രേംലാൽ, ഫിസിയോതെറാപ്പിസ്റ്റ് ഹിൽജിത്ത് എന്നിവർ പങ്കെടുത്തു. മനുഷ്യനെ തിരിച്ചറിയുന്ന, മനുഷ്യത്വമുള്ള, നന്മയുള്ള, ആരുടെയും പ്രയാസങ്ങളിൽ കൂടെ നിൽക്കുന്ന, മതം ജാതി ഇസം ഒന്നും നോക്കാതെ, പ്രദേശം നോക്കാതെ തൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ച് കൊടുക്കുന്നൊരു വിശാല മനസ്സിൻ്റെ ഉടമയാണ് പത്മശ്രീ യൂസഫ് അലി എം.എ. നാട്ടിക ബീച്ചിൽ റോട്ടിലുള്ള ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച്, വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് തൻ്റെ കഠിനാധ്വാനം കൊണ്ടും കൂടെയുള്ളവരുടെ പിന്തുണ കൊണ്ടും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളായി മാറി എന്നുള്ളതാണ് യൂസഫ് അലി എം.എക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കയ്പമംഗലം പഞ്ചായത്തിലേക്ക് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കും. പഞ്ചായത്ത് വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കയ്പമംഗലം പഞ്ചായത്തിലെ 6 വാർഡുകളിലാണ് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ അങ്കത്തട്ടിലിറങ്ങുക. 8ാം വാർഡിൽ FITU ജില്ലാ വൈസ് പ്രസിഡന്റായ ആസിയ മജീദിനെ സ്ഥാനാർത്ഥിയായി യോഗം ഐക്യകണ്ഠേന പ്രഖ്യാപിച്ചു. മറ്റു വാർഡുകളിൽ ഉടനെ പ്രഖ്യാപിക്കുമെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജമാൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KK ഷാജഹാൻ, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി PV ഇബ്രാഹിം, വൈസ് പ്രസിഡന്റ് PM ഉസ്മാൻ, പഞ്ചായത്ത് സമിതി അംഗം KK അജിത തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് 2025 സംഘടിപ്പിച്ചു. പിന്നണി ഗായകൻ
അമൻ സഗ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത ഗോപാൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ സെക്രട്ടറി PM അഹമ്മദ്, മാനേജർ KA ജമാൽ, അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൾ റസാഖ്, PTA പ്രസിഡന്റ് അഷിത അരുൺ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന CBSE കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ യാസിൻ അൻവറിനെയും പരിശീലക സാബിറ ടീച്ചറെയും സഹോദയ ജില്ലാ കലോത്സവ വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് KG വിഭാഗം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നിങ്ങൾ ഒരു വർഷമാണ് മുമ്പിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്യുക. ഇനി ഒരു 10 വർഷമാണ് മുമ്പിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്യുക. ഇനി ഒരു നൂറ്റാണ്ട് തന്നെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നന്നായി വളർത്തുക. ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണിവ. ചന്ദ്രപിന്നി CHSS-LP ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ശിശുദിനം ആഘോഷിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്രീജിഷ് പൊയ്യാറ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് BB ഗണേഷ് അധ്യക്ഷനായി. ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ KS കിരൺ, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്ത്, LP വിഭാഗം അഡ്മിനിസ്ട്രേറ്റർ PK മജീദ്, MPTA പ്രസിഡന്റ് ഷെഫീന, സ്റ്റാഫ് സെക്രട്ടറി PV ഷിൽസ, KG അക്കാദമിക് ഹെഡ് PA റംലാബി, ഡെപ്യൂട്ടി HM PS സിജിമോൾ, പ്രോഗ്രാം കൺവീനർ MN ലത എന്നിവർ സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് BV അമ്പിളി കഥമുത്തശ്ശിയായി എത്തി കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്തത് വ്യത്യസ്ത അനുഭവമായി മാറി. ശിശുദിന റാലിയും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പാലായിൽ വെച്ച് നടന്ന സ്കൂൾ CBSE കലോത്സവത്തിൽ ചന്ദ്രപിന്നി SN വിദ്യാഭവനിലെ രതീഷ് അച്യുതനെ ബെസ്റ്റ് ആക്ടറായി തിരഞ്ഞെടുത്തു. റിട്ടയേർഡ് അധ്യാപകരായ ചിദംബരൻ ശ്രീറാണി ദമ്പതികളുടെ മകൾ ആശംസ റാണിയുടെ മകനാണ് രതീഷ് അച്യുതൻ. ജില്ലാതലത്തിൽ പ്രബന്ധ മത്സരത്തിലും പദ്യപാരായണത്തിലും A ഗ്രേഡിന് രതീഷ് അച്യുതൻ അർഹനായിട്ടുണ്ട്. സംസ്ഥാന കലോത്സവത്തിൽ സ്കൂൾ അവതരിപ്പിച്ച ഈ നാടകത്തിലാണ് 1ാം സമ്മാനം ലഭിച്ചത്. വാടാനപ്പള്ളി തൃത്തല്ലൂർ കമലാ നെഹ്റു സ്കൂളിന് അഭിമാന നിമിഷം സമ്മാനിച്ച് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി. വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഇത്തിക്കാട്ട് ബിജു തൻ്റെ പിതാവ് പുരുഷോത്തമൻ ഇത്തിക്കാട്ടിൻ്റെ സ്മരണാർത്ഥം ട്രോഫികളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. വിദ്യാർത്ഥികളെ വിജയത്തിളക്കത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ അധ്യാപികമാരായ NF കനക, PP ജീഷ എന്നിവർക്കും കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രത്യേകം ട്രോഫികൾ നൽകി അഭിനന്ദിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ PTA പ്രസിഡന്റ് ഷിർസാദ് അലി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ NK സുരേഷ് കുമാർ, ഹെഡ് മിസ്റ്റർ CB നിഷ, പൂർവ്വ വിദ്യാർത്ഥി ബിജു, അഞ്ജു, പാർവതി, ആനന്ദൻ, അധ്യാപകരായ NF കനക, PP ജിഷ, KV റോഷ്നി, ഷാവുൽ ഹമീദ് സഗീർ, ധന്യ പവിത്രൻ, റൈജു പോൾ, VD സന്ദീപ്, മെറിൻ C ചിന്നൻ, സ്കൂൾ ലീഡർ KS ഫീദ എന്നിവർ സംസാരിച്ചു. കുട്ടികളെക്കാൾ ആവേശം ടീച്ചർമാർക്കായിരുന്നു. അതിലേറെ ആവേശം അവരോടൊപ്പം ഉണ്ടായിരുന്ന പല അധ്യാപകർക്കുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ കുറച്ചു കാലം മുമ്പ് നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത അത്രത്തോളം ഉള്ളൊരു പോസ്റ്റിലായിരുന്നു. പലപ്പോഴും പത്രത്തിലൊക്കെ വായിക്കും ഈ അവസരം നമ്മുടെ സ്കൂളൊക്കെ എന്നാണ് ഒരു ഉപജില്ലയിൽ ഇത്തരം ഫ്രണ്ടിലേക്ക് കടന്നു വരുന്നത്. എനിക്ക് ഓർമ്മ വെക്കുന്നത് കമലാ നെഹ്റു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റവും അധികം ഷൈൻ ചെയ്തിരുന്നത്, ഏറ്റവും അധികം പുകഴ്ത്തപ്പെട്ടിരുന്നത് മുൻപത്തെ നമ്മുടെ PTA മാസ്റ്റർ രവി മാഷുള്ള സമയത്ത് വോളിബോളിലായിരുന്നു. അല്ലേ സന്ധ്യപ്പെട്ട? വോളിബോളിലായിരുന്നു നമ്മൾ ഇതായിരിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത്
ഈ വരുന്ന വർഷങ്ങളിൽ നമ്മൾ ബാസ്കറ്റ് ബോളിൽ വലിയ ഒരു മുന്നേറ്റം തന്നെ നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വളരെ സമയം ചുരുക്കമുള്ളത് കൊണ്ട് ഒരിക്കൽ കൂടി മുഴുവൻ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കണ്ടച്ചങ്കടവ് മേഖല ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിന്റെ കീഴിൽ അടുത്ത 2 വർഷത്തേക്കുള്ള ചുമട്ടുകൂലി ഭേദഗതി തീരുമാനമായി. നവംബർ 14 നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ 2025 ഡിസംബർ 1 മുതൽ 2027 നവംബർ 30 വരെയുള്ള കാലയളവിൽ നിലവിലുള്ള കൂലിയുടെ 8% വർധനവ് പ്രാബല്യത്തിൽ വരും. എന്നാൽ ഓയിൽ ബോക്സ്, ഓയിൽ, എണ്ണ ടിന്നുകൾക്കും ഈ വർധനവ് ബാധകമല്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോയ് മോൻ പള്ളിക്കുന്നത്ത്, സെക്രട്ടറി വർഗീസ് പി പാക്കോ, പ്രവീൺജിത്ത്, വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ ബി വി ഷൺമുഖൻ, ടി വി ലിബിൻസൺ, തൊഴിലാളി സംഘടനാ നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്തു. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ നടത്തിയ ശിശുദിനാഘോഷം വർണ്ണാഭമായി. ആഘോഷങ്ങളുടെ ഭാഗമായി പ്രീ KG, LKG, UKG കുട്ടികൾക്കായി കിഡ്സ് ഫെസ്റ്റും സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കേരള ശ്രീമാൻ, മലയാളി മംഗ എന്നീ മത്സരങ്ങളും നടത്തി. കിഡ്സ് ഫെസ്റ്റിൽ ആക്ഷൻ സോങ്, പ്രച്ഛന്നവേഷം എന്നിവയും ഉണ്ടായിരുന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് സന്തോഷ് പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ അഡ്വക്കേറ്റ് ഏബിൾ ചിറമൽ ശിശുദിന സന്ദേശം നൽകി. ഹെഡ് മാസ്റ്റർ ഷാജി ജോർജ്, PTA പ്രസിഡന്റ് CS സുനിൽകുമാർ, മദർ PTA പ്രസിഡന്റ് RH ഹാഷിഫ, BRC പ്രതിനിധി സ്വീറ്റി ടീച്ചർ, ഫെസ്റ്റ് അസിസ്റ്റന്റ് ജോളി ടീച്ചർ, ANSI ടീച്ചർ, സ്റ്റാഫ് പ്രതിനിധി അബ്രഹാം ബേസിൽ എന്നിവർ സംസാരിച്ചു. എന്ന ചിന്ത ഇപ്പൊ നിങ്ങൾക്ക് വേണ്ട. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ. നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് കളിക്കുക. ഈ 3 കാര്യങ്ങളെ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങളുടെ മാതാപിതാക്കൾ അനുസരിച്ച് നല്ല മക്കളായിട്ട് മാറുക. ഈ ശിശുദിനം അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ. നല്ല ശിശുക്കളായിട്ട് മാറുക, മാതാപിതാക്കൾ അനുസരിക്കുന്ന നല്ല മക്കളായിട്ട് മാറുക.
BJP വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ NDAയുടെ ബീഹാർ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ, മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ്, OBC മോർച്ച തൃശൂർ സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് പണിക്കശ്ശേരി, BJP മണ്ഡലം ട്രഷറർ ദിവിൻ ദാസ് P, മഞ്ജു പ്രേംലാൽ, KB ശ്രീജിത്ത്, ആശ ഗോകുൽദാസ്, BJP ഭാരവാഹികളായ J രമാദേവി, ഹിമജ സന്തോഷ്, ലതിക വത്സൻ, CR രമേഷ് കുമാർ, ഷാലി ചാളിപ്പാട്ട്, ശ്രുതി അജിത്, TS സുശീൽ, ശ്രീജ സുജിത്ത്, TS കല, പ്രസാദ് K, ഗോകുൽദാസ്, ജയേഷ് മാധവൻ, ഷീന സുബ്രഹ്മണ്യൻ, സിന്ധു മദൻ മോഹൻ, ദീപ സുധീർ, സൗമ്യ രമേശ്, റീന സുനിൽ, KG ലീന, അഖിൽദാസ്, PS അരുൺ എന്നിവർ നേതൃത്വം നൽകി. UDF കയ്പമംഗലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൾ മജീദ് അധ്യക്ഷനായി. DCC സെക്രട്ടറി KF ഡൊമിനിക്, ശോഭന രവി, സെലിം പുറക്കുളം, TK സെയ്ദ് മുഹമ്മദ്, മണി കാവുങ്ങൽ, CJ പോൾസൺ, സുരേഷ് കൊച്ചുവീട്ടിൽ, അനസ് അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. അത് കരോലി കനാലിൻ്റെ കിഴക്കൻ ഭാഗത്ത് പോയാലും അറബിക്കടലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പോയാലും ഉൾനാട്ടിലായാലും എവിടെ നോക്കിയാലും അത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ സമുദായങ്ങളിലും, ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രൈസ്തവനായാലും എല്ലാ മതങ്ങളിലും എല്ലാ സമുദായങ്ങളിലും UDFന് പ്രത്യേകമായ സ്വാധീനവും സ്വീകാര്യതയും ഉണ്ട് എന്നതാണ് കയ്പമംഗലത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അത് വീണ്ടും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇലക്ഷൻ. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം കഴിഞ്ഞ പഞ്ചായത്ത് ഇപ്പോൾ ശോഭന രവി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ഇരിക്കുന്നുണ്ട്. അന്നത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെമ്പർമാരും കഴിഞ്ഞ ഓടിക്കുന്ന പഞ്ചായത്ത് കോൺസിലർ ഉൾപ്പെടെ പല മെമ്പർമാരെല്ലാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MBA പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ VS ദേവികയെ ET ടൈസൺ MLA അനുമോദിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, നാട്ടിയ ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, ചന്ദ്രാപിനി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹരിലാൽ മാണിയത്ത്, ഷീന വിശ്വൻ, TN അജയകുമാർ, TV മനോഹരൻ, ജഗദാംബിക, KR ഹരി, VV സുവീഷ് എന്നിവർ പങ്കെടുത്തു. കൂളിമുട്ടം AM UP സ്കൂളിൽ നവീകരിച്ച മൈതാനത്തിൻ്റെയും മിനി പാർക്കിൻ്റെയും ഉദ്ഘാടനം നടത്തി. സ്കൂൾ മാനേജർ PM അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CA മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. MBS അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സനന്ദ് സദാനന്ദൻ മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപകൻ സൂരജ്, അബ്ദുൽ ഖാദർ, ഗോകുൽ എന്നിവർ സംസാരിച്ചു. ശിശുദിനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. സ്കൂൾ മൈതാനത്ത് നൂതനമായി നിർമ്മിച്ച ടർഫിൽ UPS കളരിപ്പറമ്പ്, AM UPS പാപ്പിനിവട്ടം, കൂളിമുട്ടം AM UPS എമ്മാട് എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫുട്ബോൾ ടൂർണമെൻറ്റും നടന്നു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വാർഡ് 1 ഹിമജ സന്തോഷ്, 2 മഞ്ജു പ്രേംലാൽ, 3 KS ധനീഷ്, 4 ലതിക വത്സൻ, 5 രമേഷ് കുമാർ CR, 6 ദിവിൻദാസ് P, 7 ഷാലി ചാളിപ്പാട്ട്, 8 ശ്രുതി അജിത്ത്, 9 സുശീൽ TS, 10 ശ്രീജ സുജിത്ത്, 11 സന്തോഷ് പണിക്കശ്ശേരി, 12 കല ടീച്ചർ, 13 പ്രസാദ് K, 14 IK ഗോകുൽദാസ്, 15 ജയേഷ് മാധവൻ, 16 ഷീന സുബ്രഹ്മണ്യൻ, 17 KB ശ്രീജിത്ത്, 18 സിന്ധു മദൻ മോഹൻ, 19 ദീപ സുധീർ, വാർഡ് 20 സൗമ്യ രമേശ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ഇടവേള. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് UDF 2ാം വാർഡ് കമ്മിറ്റിയുടെയും 22ാം വാർഡ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കൂരിക്കുഴി സെന്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. UDF 22ാം വാർഡ് ചെയർമാൻ PK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. 2ാം വാർഡ് ചെയർമാൻ അബ്ജു തലാശ്ശേരി ആമുഖ പ്രഭാഷണം നടത്തി. 2ാം വാർഡ് സ്ഥാനാർത്ഥി KK സക്കരിയ, 22ാം വാർഡ് സ്ഥാനാർത്ഥി ഷാഹിർ പഴുപ്പറമ്പിൽ, കൂരിക്കുഴി ഡിവിഷൻ ബ്ലോക്ക് സ്ഥാനാർത്ഥി ഷീബ സതീഷ്, കയ്പമംഗലം ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സെലീം പുറക്കുളം എന്നിവരെ TN പ്രതാപൻ ഷാളണിയിച്ച് സ്വീകരിച്ചു. DCC സെക്രട്ടറിമാരായ KF ഡൊമിനിക്, DCC അംഗം മണി കാവുങ്ങൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൾ മജീദ്, മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CJ പോൾസൺ, മുൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UY ഷമീർ, മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ട്രഷറർ TK ഉബൈദു, സിനിമാ സംവിധായകൻ KB മധു, സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, 22ാം വാർഡ് കൺവീനർ KD രാജു എന്നിവർ സംസാരിച്ചു. കരകൗശല നിർമ്മാതാവായ വീട്ടമ്മ ഷീന സലാം, ചിത്രകാരൻ സയ്യിദ് ഷാഫി, ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് ദേവയാൻ, തൊഴിലുറപ്പ് പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. നോമ്പ് നോറ്റ് കറുത്ത വസ്ത്രം ധരിച്ച് കഴുത്തിൽ മാല ധരിച്ച ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്. കഴുത്തിൽ കുരിശുമാലുള്ള പോൾസണും ഡൊമിനിക്കും അവിടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ളതാണ് ഈ സ്വാതന്ത്ര്യം. ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജീവിതം. ഇത് തകർക്കാൻ ശ്രമിക്കണം, ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കണം. ആര്? ഒന്നാമത്തെ ആൾ നരേന്ദ്രമോദി. അവർ ചെയ്യുന്ന ഇത്തരം മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് കൂട്ടുപിടിക്കുകയാണ്, കൊട പിടിച്ചു കൊടുക്കുകയാണ്, അതിന് കൂടെ നിൽക്കുകയാണ് ഇവിടത്തെ ഉള്ള കമ്മ്യൂണിസ്റ്റുകാർ ചുവന്ന കൊടി. അതുകൊണ്ട് റാപ്പ് സോങ് പ്രസന്റേഷനിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിലെ LKG വിദ്യാർത്ഥി മാസ്റ്റർ ഇഹാൻ മുഹമ്മദ് KA താരമായി. ശിശുദിനത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ നടന്ന ഫാമിലി സിംഫോണി എന്ന പ്രോഗ്രാമിലാണ് റാപ്പ് സോങ് അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയത്. 1000ഓളം ആസ്വാദകർ പങ്കെടുത്ത ഷോയിൽ 10 മിനിറ്റ് നീണ്ടുനിന്ന റാപ്പ് സോങ്ങാണ് അവതരിപ്പിച്ചത്. പ്രിൻസിപ്പാൾ, കറസ്പോണ്ടന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ടീച്ചർമാർ, മാതാപിതാക്കൾ എന്നിവരെല്ലാം ഇഹാനെ പ്രത്യേകം അഭിനന്ദിച്ചു. ജപ്പാൻ കരാത്തെ ദോ കെന്യു റിയു ഇന്ത്യ തൃശൂർ ജില്ല ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിങ്ങും കളർ ബെൽറ്റ് ഗ്രേഡിങ്ങും നടത്തി. കഴിമ്പ്രം VPM SNDP സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടി പ്രസിഡന്റ് ചീഫ് ടെക്നിക്കൽ ഡയറക്ടർ ഗിരീഷ് പെരുന്തട്ട ഉദ്ഘാടനം നിർവഹിച്ചു. കരാത്തെ അധ്യാപകനും പ്രകൃതി സ്നേഹിയുമായ സുരേന്ദ്ര മാസ്റ്ററുടെ ശിഷ്യരായ 100ലധികം കുട്ടികൾക്കാണ് ബെൽറ്റ് ഗ്രേഡിംഗ് നൽകിയത്. സ്കൂൾ അധ്യാപിക ശോഭ ടീച്ചർ, BV ചിദംബരൻ മാസ്റ്റർ, പൊതുപ്രവർത്തകൻ MA സലീം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വ്യത്യസ്തമാണ്. ഞാനെപ്പോഴും കഴിഞ്ഞ വർഷം എന്ത് ടെസ്റ്റ് വന്നാലും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക, നമുക്ക് എന്ത് കിട്ടുമെന്നല്ല, കിട്ടുന്നതിൽ അധികമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു മനസ്സാണ്. ഞാൻ വളരെ അഭിമാനത്തോടെ പറയാം, കെനൂർ ഇന്ത്യയിൽ മാത്രമല്ല കെനൂർ ഏഷ്യയിൽ പോലും എൻ്റെ കൂടെ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരാളാണ്. എന്തൊരു കാര്യത്തിലും പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. പ്രിയപ്പെട്ട കുട്ടികളോട് നല്ലോണം ട്രെയിൻ ചെയ്യുക. ഇപ്പോൾ ഫാക്കൽറ്റിയുടെ അടുത്ത് കുട്ടികൾ എന്ത് ചെയ്യണം, ഇനിയും അടുത്ത ക്ലാസ് കൊടുത്ത് കുറച്ചും കൂടി താല്പര്യത്തോടെ വന്ന് കൃത്യമായിട്ട് ഫീസ് കൊടുത്ത് മാഷത്ത് പഠിക്കണം. ഫാക്കൽറ്റി എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞോ നിങ്ങളെ KG സെക്ഷൻ പാസ്സായെന്ന് മാത്രം അർത്ഥമുള്ളൂ. ഫാക്കൽറ്റാണ് കരാത്തേലെ KG കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തുടങ്ങുന്നേ ഉള്ളൂ. എല്ലാവരും മാഷം കൂടെ നിൽക്കുക, സ്നേഹത്തോടെ. ജീവകാരുണ്യത്തിൻ്റെ യൂസഫ് അലി മാതൃക പിന്തുടരാൻ അദ്ദേഹം മുഖ്യ രക്ഷാധികാരിയായ തൃപ്പയാർ ലെമർ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ. പത്മശ്രീ MA യൂസഫ് അലിയുടെ ജന്മദിനത്തിലാണ് ലെമറിലെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യത്തിൻ്റെ പാത പിന്തുടരാൻ പ്രതിജ്ഞയെടുത്തത്.
വർഷങ്ങളായി ലെമറിൽ ജോലി ചെയ്യുന്ന ആയമാരിൽ 3 പേർക്ക് വീട് വെച്ച് നൽകാൻ ലെമറിലെ സാമൂഹ്യ സേവന പദ്ധതിയുടെ നേതൃത്വത്തിൽ ലെമറിലെ വിദ്യാർത്ഥികളും പെർസ്പെക്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റും ഒത്തുചേർന്ന് ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഫുഡ് ഫെസ്റ്റ്, ലക്കി ഡ്രോ, എക്സിബിഷൻ, ബുക്ക് വിൽപ്പന, പിറന്നാൾ ഡൊണേഷൻ തുടങ്ങിയവയിലൂടെയാണ് കുട്ടികൾ ഫണ്ട് സ്വരൂപിച്ചിട്ടുള്ളത്. പരിപാടികളുടെ ഉദ്ഘാടനം കവിയും ഗാനരചയിതാവുമായ MD രാജേന്ദ്രൻ നിർവഹിച്ചു. പെർസ്പെക്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ഷൗക്കത്ത് അലി MA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഗെയ്നി മൈക്കിൾ, സെക്രട്ടറി KK അബ്ദുൽ ലത്തീഫ്, ട്രഷറർ EA ഹാരിസ്, ട്രസ്റ്റ് അംഗങ്ങൾ മാനേജർ IT മുഹമ്മദ് അലി, വൈസ് പ്രിൻസിപ്പാൾ സുവിത CS, സ്നേഹജ S എന്നിവർ സംസാരിച്ചു. ഡോക്ടർ MA യൂസഫ് അലിയുടെ ജീവിതയാത്രയുടെ വീഡിയോ പ്രദർശനം, MD രാജേന്ദ്രൻ രചന നിർവഹിച്ച സിനിമാ ഗാനങ്ങളുടെ പ്രദർശനം എന്നിവയും നടന്നു. തുടർന്ന് ഫൗണ്ടേഴ്സ് ഡേ, ശിശുദിനം എന്നിവയുടെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും തയ്യാറാക്കിയ വിവിധ പരിപാടികളും വേദിയിൽ അരങ്ങേറി. അദ്ദേഹം ലോകം മുഴുവൻ തറവാടാക്കിയിരിക്കുകയാണ്. കണ്ടില്ലേ, അദ്ദേഹത്തിൻ്റെതായ ഒരു വീക്ഷണത്തിൽ കൂടെ ഈ ലോകം മുഴുവൻ പിടിച്ചടക്കിയ നാട്ടികയിലെ ഒരു നല്ല മനുഷ്യൻ. ലളിതമായ ജീവിതം, ലളിതമായ സങ്കല്പങ്ങൾ ഇതൊക്കെ വെച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹം ഇപ്പോൾ ഗൾഫിൽ അല്ലെങ്കിൽ വേറൊരു വിദേശത്തായിരിക്കും. പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ സമയത്ത് ഇപ്പോൾ സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ പിറന്നാളും ഞാൻ രഹസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇക്കായുടെ പിറന്നാൾ ഒരേ ദിവസമാണ്. അപ്പോൾ ആ സാന്നിധ്യം പറഞ്ഞ കഥകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രയോ ഗ്രേറ്റാണ്, എത്രയോ മഹത്താണ് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം. നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു, എല്ലാവരെയും സ്നേഹിച്ചു. ഖുർആനിലൊക്കെ പറയുന്നത് പോലെ മനുഷ്യനെ കണ്ടെത്തുക, മനുഷ്യനെ സ്നേഹിക്കുക. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നാടുകടത്തപ്പെട്ട ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. സത്യത്തിൻ്റെ പൻപിളരായിരുന്നു. വളരെ പണ്ട് ഞാൻ എഴുതിയ ഒരു പാട്ടിലെ ഒരു വരിയതാണ്: മക്കയിൽ നിന്നും മദീനയിലെത്തിയ സത്യത്തിൻ പൊൻവിളക്കേ. തൃപ്രയാർ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃപ്രയാർ NES കോളേജിൽ സംഘടിപ്പിച്ച ചിത്രരചന മത്സരം NES ചെയർമാൻ ശിവൻ കണ്ണോളി ഉദ്ഘാടനം ചെയ്തു. V. ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പാൾ NC അനീജ, MS അശോക് കുമാർ, CK പാറൻകുട്ടി, ആർട്ടിസ്റ്റുമാരായ യഹ്യ, മണികണ്ഠൻ, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. LP UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി 100-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഓരോ വിഭാഗങ്ങളിലായി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രൈസുകളും പങ്കെടുത്തവർക്കുള്ള സമ്മാനങ്ങളും ചെയർമാൻ ശിവൻ കണ്ണോളി വിതരണം ചെയ്തു. ലതിമോൾ MV, സ്മിത NR, ദീപ MB, അങ്കിത TS, ലിജിന ജെയിൻ, കവിത രഘു, സജിത NV എന്നിവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഫോൺ കോളിൻ്റെ ബഹളമായിരുന്നു. ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമായി ചില തിരുത്തലുകൾ വിളി വന്നു. സ്കൂളിൽ ക്ലാസ് വച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കണക്കിൻ്റെ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മകൾ ഓർ മകൻ വരില്ല എന്ന് പറഞ്ഞിട്ടും വിളികൾ വന്നു. അപ്പോൾ പഠിപ്പിന് പ്രാധാന്യം വേണമെന്നുള്ള യാതൊരു സംശയവുമില്ല. ഇതിവിടെ വന്നിട്ടുള്ളവർ ചിത്രകലയുടെ താല്പര്യമുള്ള മക്കളാണ്. വളരെ അകലെ നിന്നും ഈ പരിപാടിയുമായി സഹകരിക്കുവാൻ, പ്രത്യേകിച്ച് അകലെ എന്ന് പറയുമ്പോൾ NH-ൽ നിന്നും 1.25 കിലോമീറ്റർ മാറി ഈ പുഴയോരത്ത് കിടക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ നിങ്ങൾ അല്പം പ്രയാസപ്പെട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ നമ്മുടെ ബന്ധപ്പെട്ട ഈ സ്ഥാപനത്തെക്കുറിച്ച് 2 വാക്ക് പറയട്ടെ. ഈ സ്ഥാപനത്തിൽ എല്ലാ വർഷവും കായലോരത്ത് കിടക്കുന്ന ഈ സ്ഥാപനത്തിൽ കായലോര ഫെസ്റ്റ് എന്നുള്ള ഒരു ആഘോഷം ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്.
ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള തളിക്കുളം ഗ്രാമപഞ്ചായത്ത് NDA സ്ഥാനാർത്ഥികളെ തൃപ്പയാർ പ്രസ് ക്ലബ്ബിൽ വെച്ച് BJP തളിക്കുളം പഞ്ചായത്ത് ഇൻചാർജറും OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ബഗീഷ് പൂരാടൻ പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ആലയിൽ, ജനറൽ സെക്രട്ടറി ബിന്നി അറയ്ക്കൽ, യുവമോർച്ച നാട്ടിയ മണ്ഡലം പ്രസിഡന്റ് പവിത്രൻ, തൃശൂർ സിറ്റി ജില്ലാ സോഷ്യൽ മീഡിയ കൺവീനർ നവീൻ മേലെടുത്ത്, മണ്ഡലം സമിതി അംഗം മഹേഷ് വാട്ടയെഴുത്ത് എന്നിവർ പങ്കെടുത്തു. വാർഡ് 1 ഗോപിക രാമദാസ്, 2 സുമിത മണികണ്ഠൻ ആലയിൽ, 3 അജിത് കുമാർ രവീന്ദ്രൻ, 4 അശ്വതി സജിലേഷ് അറക്കപ്പറമ്പിൽ, 5 സുനിത സതീഷ് വെള്ളാനി, 6 പ്രവീഷ് താമരശ്ശേരി, 7 മഹേഷ് വി, 8 ജയശ്രീ ചെമ്മാപ്പുള്ളി, 9 സീമ തിരുത്തിയിൽ, 10 സുബിത അഭിനാഥ് മാമ്പുള്ളി, 11 ശ്രീലക്ഷ്മി ചക്കി, 14 ഹരി പണിക്കശ്ശേരി, 15 ഹേമ മനോജ്, 16 മിനിമോൾ, 17 രാജേഷ് കാര്യാട്ട്, വാർഡ് 18 സ്മിത ധനഞ്ജയൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. നമ്മൾ പ്രധാനമായിട്ടും തളിക്കുളത്ത് ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു കെട്ടിടം പോലും ഇല്ലാത്തൊരവസ്ഥയാണ് സ്വന്തമായിട്ട് തളിക്കുളം പഞ്ചായത്തിനുള്ളത്. നിരവധി സ്വജനപക്ഷപാതത്തിൻ്റെയും അഴിമതിയുടെയും ഭാഗമായിട്ട് പഞ്ചായത്തിനെതിരെ വലിയൊരു ജനങ്ങളുടെ എതിർപ്പുണ്ട്. ആ എതിർപ്പ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയത്തിലേക്ക് എത്തിക്കും. താനിയം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനാചരണത്തിൻ്റെ ഭാഗമായി ശിശുദിനാഘോഷം നടത്തി. പുഷ്പാർച്ചനയോടെ തുടങ്ങിയ ചടങ്ങിൽ ADS പ്രസിഡന്റ് വിജയ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ജവഹർലാൽ നെഹ്റു ജന്മദിന സന്ദേശം നൽകി. അംഗൻവാടി വർക്കർ അഞ്ജു KB, ഹെൽപ്പർ ഗീത AL, MC അംഗങ്ങളായ മജീദ് പോക്കാക്കിലത്ത്, സത്യൻ മേലെടുത്ത്, രേണുക റിജു, ഹിമ രഞ്ജിതൻ, അജിത മോഹൻ എന്നിവർ സംസാരിച്ചു. താനിയം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ അനശ്വര അംഗൻവാടിയിൽ മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനാചരണം ശിശുദിനമായി ആചരിച്ചു. അംഗൻവാടി വർക്കർ അഷ്ടമി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ജവഹർലാൽ നെഹ്റു ജന്മദിന സന്ദേശം നൽകി. അംഗൻവാടി ഹെൽപ്പർ നിമ്മി പ്രേമൻ, LMC അംഗങ്ങളായ സതി രംഗൻ, പ്രകാശൻ കണ്ടങ്ങത്ത്, ജോളി ടീച്ചർ, ഷൈനി ഷാജി, ഗീത നന്ദൻ, ജലജ ലാല എന്നിവർ പ്രസംഗിച്ചു. നമുക്കറിയാം, ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് ജവഹർലാൽ നെഹ്റു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇന്ത്യയുടെ ഇന്ന് കാണുന്ന ഈ വളർച്ചയ്ക്ക് ഏറ്റവും അടിത്തറ പാകിയ ഒരു പ്രധാനമന്ത്രി കൂടിയാണ് ജവഹർലാൽ നെഹ്റു. പഞ്ചവത്സര പദ്ധതികളിലൂടെ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയിൽ അഭിവൃദ്ധി പ്രാപിക്കാനും. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രനടയിൽ വർഷം തോറും നടത്തിവരാറുള്ള അയ്യപ്പൻ വിളക്കിൻ്റെ ഓഫീസ് ഉദ്ഘാടനം നടന്നു. ക്ഷേത്ര മാനേജർ മനോജ് K. നായർ ഉദ്ഘാടനം ചെയ്തു. ജനുവരി 10-ാം തീയതി നടക്കുന്ന തൃപ്രയാർ അയ്യപ്പൻ വിളക്കിൻ്റെ ഓഫീസ് ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. മുൻകാലങ്ങളിൽ ഏറ്റവും ഭംഗിയായി തൃപ്രയാറപ്പൻ്റെ സന്നിധിയിൽ നടത്തിയ ഈ അയ്യപ്പൻ വിളക്കിന് ഈ വർഷവും ഏറ്റവും ഭംഗിയായി നടത്താൻ ഇതിൻ്റെ സംഘാടകർക്ക് സാധിക്കട്ടെ. അതിന് തൃപ്രയാർ ദേവരുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഴകത്ത് രാമൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. അയ്യപ്പൻ വിളക്ക് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. തുടർന്ന് പായസ വിതരണവും നടന്നു. ജനുവരി 10 ശനിയാഴ്ചയാണ് തൃപ്രയാർ ക്ഷേത്രം നടയിൽ അയ്യപ്പൻ വിളക്കും അന്നദാനവും നടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPI നാട്ടിയ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 33 CPI സ്ഥാനാർത്ഥികളെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ KP പ്രഭാകരൻ സ്മാരകത്തിൽ വെച്ചാണ് പ്രഖ്യാപിച്ചത്.
5 പഞ്ചായത്തുകളിലായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി 27 ഗ്രാമപഞ്ചായത്ത് സീറ്റുകൾ, 5 ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകൾ, 1 ജില്ലാ പഞ്ചായത്ത് സീറ്റുമാണ് CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ജില്ലാ പഞ്ചായത്ത് താന്യം ഡിവിഷനിലേക്ക് KP സന്ദീപ് മത്സരിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അന്തിക്കാട് ഡിവിഷനിലേക്ക് ജ്യോതി ലക്ഷ്മി വസന്തനും, കിഴക്കുമുറി സുരേഷ്, എടമുട്ടം സുഭാഷ് AG, നാട്ടിക സജിനി മോഹൻദാസ് എന്നിവർ ജനവിധി തേടും. താന്യം ഗ്രാമപഞ്ചായത്തിലേക്ക് വാർഡ് 2 ഷിമ്മി ശിവദാസ്, 3 സംഗീത മനോജ്, 4 ശിവരാമൻ MK, 5 അജിത മോഹൻ, 6 അനിൽകുമാർ AK, 13 മീന സുനിൽ, 15 ഹിമ പ്രവീൺ എന്നിവർ മത്സരിക്കും. വലപ്പാട് പഞ്ചായത്തിലേക്ക് വാർഡ് 4 രാജൻ പട്ടാട്ട്, 10 ശാന്തകുമാരി മോഹൻദാസ്, 11 വസന്ത ദേവലാൽ, 16 സുജിൻ പുല്ലാട്ട്, 19 സ്മിത പ്രവീൺ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. നാട്ടിക പഞ്ചായത്തിലേക്ക് വാർഡ് 1 പുഷ്പ കുട്ടൻ, 5 വിനീഷ ചോറാട്ടിൽ, 13 TG ഉണ്ണികൃഷ്ണൻ എന്നിവർ മത്സരിക്കും. തളിക്കുളം പഞ്ചായത്തിൽ വാർഡ് 9 സുഖിൽദാസ് TR, 11 സന്ധ്യ രാമകൃഷ്ണൻ, 15 ഷാബി മൊയ്തുണ്ണി, 17 ഷുക്കൂർ എന്നിവർ സ്ഥാനാർത്ഥികളാകും. അന്തിക്കാട് പഞ്ചായത്തിൽ വാർഡ് 6 CK കൃഷ്ണകുമാർ, 7 ജോബി CL, 9 അനിത ശശി, 10 രാധാചന്ദ്രൻ, 11 ഷൈനി ടീച്ചർ, 12 സ്വാഗത് KB, 14 ജീന നന്ദൻ എന്നിവർ ജനവിധി തേടും. പൂർണ്ണ ആത്മവിശ്വാസത്തോടെ, അമിത ആത്മവിശ്വാസമല്ല പറയുന്നത്, പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ ജനങ്ങളെ സമീപിച്ച് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ CPI എന്ന് മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇന്നു മുതൽ നമ്മളിപ്പോ CPI സ്ഥാനാർത്ഥികൾ എന്ന നിലയിലല്ല ഞാൻ പറയുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ സ്ഥാനാർത്ഥികളെ മുഴുവനും വിജയിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ വിജയം ഉറപ്പാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ പാർട്ടി എന്നുണ്ടെങ്കിൽ ഒറ്റക്കെട്ടായി ഇന്നു മുതൽ നമ്മൾ രംഗത്തിറങ്ങാണ്, അരയിൽ തലയിൽ മുന്നിൽ രംഗത്തിറങ്ങാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ നമുക്ക് ജനങ്ങൾക്കിടയിൽ വോട്ട് ചോദിച്ച് ചെല്ലാനും വോട്ട് തരണമെന്ന് പറയാനും തൃശൂരിൻ്റെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവായി കണ്ടച്ചങ്ങടവ് മായാനദി റിസോർട്ട് പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനം കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയും സഹധർമ്മിണി ചന്ദ്രിക വിഷ്ണു ഭാരതീയ സ്വാമിയും ചേർന്ന് നിർവഹിച്ചു. ഇന്ത്യൻ ട്രേഡ് കമ്മീഷണർ CP മുഹമ്മദ് സാലിഹ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. മുൻ MP CN ജയദേവൻ, സംവിധായകൻ ലാൽ ജോസ്, നിറബറ കർണൻ, മുൻ MLA ഗീതാ ഗോപി, VN സുർജിത്ത് തുടങ്ങി വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തു. ഡയറക്ടർമാരായ സൈജു കാനാടി, ശൈലേഷ് കാനാടി, കൃഷ്ണദാസ് കാനാടി, ശ്രീകൃഷ്ണൻ കാനാടി എന്നിവർ നേതൃത്വം നൽകി. അവരൊക്കെ പണിയെടുത്ത് നല്ലൊരു വർക്കായിട്ട് നല്ലൊരു വർക്കായിട്ട് നല്ലൊരു അനുഭവമൊക്കെ നല്ലൊരു പ്രശ്നവും ഇപ്പോൾ കുടുംബത്തിനും എല്ലാം വിജയിച്ച ഒരുപാട് ബിസിനസ് സംരംഭം ചെയ്യുന്ന ആൾക്കാർക്ക് മായാനദി അതുപോലെ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഏകാദശിയോടനുബന്ധിച്ചുള്ള വാദ്യോപാസനയ്ക്ക് തുടക്കമായി.
മലയാളികളുടെ അഭിമാനമായ പത്മശ്രീ ഡോക്ടർ എം.എ. യൂസഫ് അലിയുടെ 70-ാം പിറന്നാൾ ആഘോഷിച്ചു. തളിക്കുളം പാടാനപ്പള്ളി പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പിലേക്കുള്ള NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.